ശബരിമലയ്ക്ക് പിന്നാലെ കൊല്ലം ശാസ്താംകോട്ട ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലും സ്വർണ്ണപ്പാളി വിവാദം. ക്ഷേത്രത്തിലെ സ്വർണ്ണ കൊടിമരം ക്ലാവ് പിടിച്ച സംഭവത്തിൽ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണം എങ്ങുമെത്തിയില്ല. 6 കിലോ സ്വർണം ഉപയോഗിച്ച് പണിത കൊടിമരം 3 മാസം കൊണ്ട് കറുത്തുപോയിരുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി കൊണ്ടുപോയ കൊടിമരപ്പറയുടെ സ്വർണ്ണപ്പാളി ദേവസ്വം ബോർഡ് തിരിച്ചു തരുന്നില്ലെന്നാണ് പരാതി. അപ്പോൾ ഒരു ദിവസം ഞാൻ ഇവിടെ നിന്നപ്പം എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നി കൊടിമരം ഒന്ന് ചെന്ന് കാണണമെന്ന്. അങ്ങനെ ചെന്ന് കണ്ടപ്പോഴാണ് ഇത് കറക്റ്റായിട്ട് തോന്നിയത്. അപ്പം തന്നെ അത് ദേവസ്വം ബോർഡിന് ഞാൻ പരാതി, അന്ന് ഗോവിന്ദൻ നായർ സാറാണ് പ്രസിഡന്റ്, അദ്ദേഹത്തിനും അതിന് ബന്ധപ്പെട്ട വകുപ്പുകളൊക്കെ ഞാൻ പരാതി കൊടുത്ത്. അപ്പോൾ അതൊന്നും അവർ അത് മൈൻഡ് ചെയ്തില്ല. എന്നാൽ പിന്നെ ഞാൻ ഓംബുഡ്സ്മാന് പരാതി കൊടുത്ത് അദ്ദേഹമാണ് ഇത് വന്ന് പരിശോധിച്ച് ഹൈക്കോടതിക്ക് റിപ്പോർട്ട് കൊടുക്കുന്നത്. ദേവസ്വം ബോർഡ് സ്വർണം ഹാൻഡ് ഓവർ ചെയ്തതിനകത്ത് ചില ആൾക്കാർ അതിൻ്റെ അകത്ത് കടന്നു കൂടിയിട്ടുണ്ടായിരുന്നു. അത് ഫോറൻസിക് പരിശോധിക്കുന്നതിനകത്ത് 19.1 ഉള്ളൂ. നമ്മൾ 55 ലക്ഷം രൂപ ഭക്തജനങ്ങളിൽ നിന്ന് പിരിച്ചു. ഏകദേശം 3 കിലോ സ്വർണം ഭക്തജനങ്ങളുടേതും 3 കിലോ സ്വർണം ദേവസ്വം ബോർഡിൻ്റേതായിട്ട് 6 കിലോ അടുപ്പിച്ചാണ് വന്നിട്ടുള്ളത്. പക്ഷേ അതൊരു 6 മാസം കഴിഞ്ഞപ്പോൾ, കൊടിമരം നിർമ്മിച്ച 6 മാസം കഴിഞ്ഞപ്പോൾ അതിന് അപാകത കറുത്തു തുടങ്ങി. അങ്ങനെ അത് പല കേസുകളിലും ആയി. ഇപ്പോൾ ഇത് വീണ്ടും പഴയ ഇവിടെ നിലവിലുണ്ടായിരുന്ന മുൻകാലത്തുണ്ടായിരുന്ന ചെമ്പ് പറ തന്നെ പോളിഷ് ചെയ്ത് ഇപ്പോൾ ഇട്ടിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.